ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ഇതേ ഒരു ടോപ്പിക്ക് തന്നെ മുൻപൊരു ദിവസം ടൈം ടേബിൾ ആയിട്ട് ഇട്ടിരുന്നു. അന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ്. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ സി ആണ് ഫോണീം. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ് ഫോണീം എന്ന് പറയുന്നത് വൺ ഓഫ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് ആണ്. ഇത് ഒരു വേർഡിനെ മറ്റൊരു വേർഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാബ്. ഇതിൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതാണെങ്കിലും ബ എന്ന ചെറിയൊരു സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വേർഡിനെ മറ്റൊരു വേർഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ചാണ് ഫോണീം എന്ന് പറയുന്നത്. ഗ്രാഫീം എന്ന് പറയുന്നത് എ മിനിമൽ യൂണിറ്റ് ഓഫ് എ റൈറ്റിംഗ് സിസ്റ്റമാണ്. മിനിമൽ യൂണിറ്റ് ഓഫ് എ റൈറ്റിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഗ്രാഫീം. അടുത്ത ചോദ്യം, ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ചൂസ് ദി ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഓഫ് ദി ലെവൽസ്. ലാംഗ്വേജ് ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അതിലെ മോസ്റ്റ് ഡീപ്പസ്റ്റും മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെവൽ ഏതാണ് എന്നാണ്. ഓപ്ഷൻ സി ആണ്. സെമാൻറ്റിക് ആൻഡ് ഫോണോലോജിക്കൽ ആണ്. സെമാൻറ്റിക് ആൻഡ് ഫോണോലോജിക്കൽ ലെവലാണ് ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിലെ വാക്കുകളെയും അവയുടെ ശരിയായ അർത്ഥവും ബന്ധപ്പെടുത്തി പഠിക്കുന്ന രീതിയെ നമുക്ക് സെമാൻറ്റിക് വേ എന്ന് പറയാം. വാക്കുകളെയും അവയുടെ യഥാർത്ഥ അർത്ഥം അതും തമ്മിൽ ബന്ധപ്പെടുത്തി പഠിക്കുന്ന രീതിയെ സെമാൻറ്റിക് വേ എന്ന് പറയും. അതേസമയം നമ്മൾ ആ വാക്കുകളുടെ ശരിയായ ശബ്ദം അല്ലെങ്കിൽ ഉച്ചാരണം ഇത് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ് ഫോണോലോജിക്കൽ അവയർനെസ് എന്ന് പറയുന്നത്. ഫോണോലോജിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ശരിയായ ശബ്ദം അല്ലെങ്കിൽ ഉച്ചാരണം ഇതിനെ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ് ഫോണോലോജിക്കൽ അവയർനെസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എറർ ഡു യു സീ ഇൻ ദി സെൻറ്റൻസ്? ദി ബോയ് ഹാസ് ഈറ്റ് എ മാംഗോ. ഇതിൽ ഏത് ടൈപ്പ് എററാണ് കാണാൻ സാധിക്കുന്നതെന്നാണ്. ഓപ്ഷൻ ബി ആണ്. മോർഫോളജിക്കൽ എററാണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ വേർഡ്സിലെ പ്രിഫിക്സ്, സഫിക്സ് ഇതൊക്കെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, വേർഡ്സിലെ സ്റ്റെംസ് ആണെങ്കിലും പ്രിഫിക്സും സഫിക്സും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇവിടെ മോർഫോളജിക്കൽ എറർ ഉണ്ട്. ലാംഗ്വേജിലെ പലതരത്തിലുള്ള മോർഫോളജിക്കൽ എറേഴ്സ് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചൈൽഡിൻ്റെ പ്ലൂരലായിട്ട് പലരും ചിൽഡ്രൻസ് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ചൈൽഡിൻ്റെ പ്ലൂരൽ ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ ആണെങ്കിൽ അത് കറക്റ്റാണ്. ചിൽഡ്രൻസ് എന്ന സെൻറ്റൻസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മോർഫോളജിക്കൽ എറർ ഉണ്ടെന്ന് പറയാം. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഡാറ്റാസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡാറ്റം എന്ന വാക്കിൻ്റെ പ്ലൂരലാണ് ഡാറ്റം എന്ന സിംഗുലർ വാക്കിൻ്റെ പ്ലൂരലാണ് ഡാറ്റ. പക്ഷെ നമ്മൾ പലപ്പോഴും ഡാറ്റാസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതും മോർഫോളജിക്കൽ എററിൽ വരുന്നതാണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഈറ്റ് എന്ന ഭാഗത്താണ് മിസ്റ്റേക്ക് വരുന്നത്. അടുത്ത ചോദ്യം, ലാംഗ്വേജ് അക്വിസിഷൻ ഫോളോസ് എ നാച്ചുറൽ പാത്ത്. ചൂസ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. ലാംഗ്വേജ് അക്വിസിഷൻ ഫോളോസ് എ നാച്ചുറൽ പാത്ത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായി വരുന്നത്. എപ്പോഴും ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആദ്യം ലിസണിങ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് സ്പീക്കിംഗ്, അത് കഴിഞ്ഞാണ് റീഡിങ്, അത് കഴിഞ്ഞ് റൈറ്റിംഗ്. ചെറിയ കുട്ടി എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആൻസർ കറക്റ്റായി കിട്ടും. ആദ്യം ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് അതിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ദി മാനർ ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് നാച്ചുറലി. ഒരു കുട്ടി നാച്ചുറലായിട്ട് എങ്ങനെയാണ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്, ചുറ്റിലുമുള്ളവർ സംസാരിക്കുന്നതും ഫാമിലിയിലുള്ള ആളുകൾ സംസാരിക്കുന്നതും കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. അത് ലാംഗ്വേജ് അക്വിസിഷന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റീവിസം. ആൻസർ ഓപ്ഷൻ എ ആണ്. ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റീവിസം എന്നാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവിസവുമായി ബന്ധപ്പെട്ടതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്, എംഫസൈസ് ദി പ്രോസസ്, ടീച്ചർ സർവീസ് ആസ് എ ഫെസിലിറ്റേറ്റർ.
കൺസ്ട്രക്റ്റീവിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്, എംഫസൈസ് ദി പ്രോസസ്, ടീച്ചേഴ്സ് സെർവ് ആസ് എ ഫെസിലിറ്റേറ്റർ. കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നത് പുതിയൊരു സൈക്കോളജിക്കൽ തോട്ടാണ്. ഇതിൽ ലേണിങ്ങിനെ കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലേണിംഗ് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളേജ്. സ്റ്റുഡൻസ് എംപവർമെൻറ്റും ഓട്ടോണമിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ഓട്ടോണമി ആർ ദി മെയിൻ ഗോൾസ് ഓഫ് കൺസ്ട്രക്റ്റീവിസ്റ്റ് ടീച്ചിങ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ടീച്ചർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് അവരുടെ ഗോൾസ്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് കൺസ്ട്രക്റ്റീവിസം പറയുന്നത്. അടുത്തത് ലാംഗ്വേജ് സ്കില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. സ്കിമ്മിങ് ഇൻ റീഡിംഗ് ഈസ്. സ്കിമ്മിങ് ഇൻ റീഡിംഗ് ഈസ്. ഓപ്ഷൻ ഡി ആണ്. ഗോയിങ് ത്രൂ ദി ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. റീഡിങ്ങിലെ സ്കിമ്മിങ് എന്ന് പറയുന്നത് നമുക്ക് ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി ആ ടെക്സ്റ്റിലൂടെ പെട്ടെന്ന് ഓടിച്ചു പോകുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഗോയിങ് ത്രൂ ദി ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. സ്കിം റീഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് വായിക്കുന്നതിനെയാണ് സ്കിം റീഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിംഗ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിംഗ്? ഓപ്ഷൻ സി ആണ്. ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആണ് സബ് സ്കിൽ അല്ലാത്തത്. റീഡിങ്ങിൽ സബ് സ്കിൽ അല്ലാതെ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആക്ട് ഓഫ് പുട്ടിംഗ് വേർഡ്സ് ഓൺ പേപ്പർ ത്രൂ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ് ദോസ് വേർഡ്സ് അണ്ടർസ്റ്റാൻഡബിൾ ത്രൂ ഗുഡ് സ്പെല്ലിംഗ്. പേപ്പറിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലും നല്ല ഗുഡ് സ്പെല്ലിങ്ങിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് രചനയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ തന്നിട്ടുള്ള കോംപ്രിഹെൻഷൻ, ഫ്ലുവൻസി, ഡീകോഡിംഗ് ഇത് വായനയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് കോംപ്രിഹെൻഷൻ, ഫ്ലുവൻസി, ഡീകോഡിംഗ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽ? Which of the following is most appropriate for developing creative writing skill? Answer option B ആണ്. ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ. ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ. ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് ഇമാജിനേഷൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ അതിലെന്താണ് സെൻട്രൽ തീമായി എഴുതേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചാണ് എഴുതുന്നത്. അതാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ വരുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ്. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ലേണിംഗ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് ഓർ ലേണിംഗ്? തന്നിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ച് എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബോ എല്ലാം ശരിയാണ്. അപ്പോൾ അത് എല്ലാം നോക്കാം. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് പെർഫോം ടാസ്ക് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. ലാംഗ്വേജ് പഠിക്കുന്നവർ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക. രണ്ടാമത്തേതാണ് യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്. ആശയവിനിമയം നടത്താനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ആശയവിനിമയം നടത്താൻ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ബി എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് ലാംഗ്വേജ്. ഭാഷാപരമായ കഴിവുകളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് ആക്യുറസി. ഫ്ലുവൻസി ടെക്നിക്കുകളിലൂടെ ഒഴുക്കോടെ സംസാരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഗ്രാമറിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ സ്പോണ്ടേനിറ്റിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പരിശീലിപ്പിക്കുക. ആക്യുറസി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇതെല്ലാമാണ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് മോസ്റ്റ് ഡിസയേർഡ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂം? ലാംഗ്വേജ് ക്ലാസ് റൂമിലെ മോസ്റ്റ് ഡിസയേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദി ലേണർ അപ്ലൈസ് ദി വേർഡ് ഇൻ എ മീനിങ് സെൻറ്റൻസ്. ലേണർ അപ്ലൈസ് ദി വേർഡ് ഇൻ എ മീനിങ് സെൻറ്റൻസ്. അടുത്ത ചോദ്യം, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ലാംഗ്വേജ് ടെസ്റ്റ് ദാറ്റ് അസസ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആർ കോൾഡ്. ലാംഗ്വേജ് ടെസ്റ്റ് ദാറ്റ് അസസ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആർ കോൾഡ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. പ്രൊഫിഷ്യൻസി ടെസ്റ്റ്.
ഒരു വ്യക്തിയുടെ പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽ എത്രത്തോളമുണ്ട്, ലാംഗ്വേജ് കോമ്പിറ്റൻസി എത്രയുണ്ട് എന്നെല്ലാം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഭാഷയിലെ ഒരു വ്യക്തി എത്രത്തോളം പ്രാവീണ്യം നേടിയിട്ടുണ്ട് എന്നാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അളക്കുന്നത്. പ്രൊഫിഷ്യൻസി ടെസ്റ്റിന് ഉദാഹരണമാണ് IELTS, TOEFL, PET അല്ലെങ്കിൽ PET. പ്രൊഫിഷ്യൻസി ടെസ്റ്റിന് ഉദാഹരണങ്ങളാണ് IELTS, TOEFL, PET. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്